ഹായ് ഹലോ. ഇന്നേ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ട ചമ്മന്തിയെക്കുറിച്ച് നോക്കാവേ. അതിനാവശ്യമായിട്ട് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മുടെ വറ്റൽമുളക്, ഇത്രയും നമുക്ക് ഇതിലായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് ചതഞ്ഞ് പോകണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പം ഞാൻ അതിലേക്കിട്ട് കല്ലിനകത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. അരകല്ലുള്ളവർക്ക് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം എനിക്കിതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊന്ന് ചതഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം എത്രയാണ് പാകം വേണ്ടതെന്നുള്ളത്. ഇത്രയും ഒന്ന് ചതച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണം, പിന്നെ പാകത്തിന് ഉപ്പും വേണം. ഞാൻ ഇനിയിപ്പം മുട്ട ചിക്കി എടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ 2 മുട്ട എടുക്കുന്നത്, അപ്പം അതിനുള്ള ഗ്രേവി ഇത്രയും മതിയേ. അപ്പം ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുവാണേ. ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ മാറിയപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഈ 2 മുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നത്. അത് ഞാൻ ചിക്കി എടുക്കാൻ പോവാണ്. മുട്ട ചിക്കി റെഡിയായി കഴിയുമ്പം നല്ലപോലെ വേർവിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ട് ചിക്കി എടുക്കണേ. അപ്പം നമ്മുടെ മുട്ട റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചിക്കി എടുക്കുവാണ്. ചിക്കി എടുത്ത് ഞാൻ മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ട് ഇനി ആ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, അതായത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഞാൻ നമ്മുടെ ആ ഒരു ചമ്മന്തി അതിലേക്ക് ഇട്ട് കൊടുത്തുനിന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുവാണേ. ഞാനപ്പോൾ ഇട്ട് കൊടുത്തു. ഇനി ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് കൊടുക്കുവാണേ. നന്നായിട്ട് എണ്ണയൊക്കെ വന്ന് നന്നായിട്ട് മൂത്ത് വരാൻ വേണ്ടിയിട്ട്. കരിഞ്ഞു പോകരുത്, ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് പച്ചമണമൊക്കെ ഏകദേശം മാറി വരുന്നുണ്ട്. ഇനിയും നമ്മൾ ചെയ്യേണ്ടത്, ഒരുപാട് കരിഞ്ഞു പോകരുത്, ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ. അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഞാനിപ്പം നമ്മുടെ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മുട്ട ചമ്മന്തി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. അടിപൊളിയാണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ചോറിൻ്റെ കൂട്ടത്തിലായാലും ചപ്പാത്തിയുടെ കൂട്ടത്തിലായാലും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അടിപൊളി മുട്ട ചമ്മന്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം.